ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ, മുൻ സംസ്ഥാന പോലീസ് മേധാവി ജേക്കബ് പുന്നൂസ് എന്നിവരാണ് അന്വേഷണം നടത്തുക. തടവുകാരുടെ എണ്ണം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് പുതിയ സെൻട്രൽ ജയിൽ ആരംഭിക്കാനും മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ തീരുമാനമായി. സേഫ് സെയിൻ ലാബ്ഡിൻ വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സേഫ, നിലവിലുള്ള ഈ അന്വേഷണത്തിന് പുറമേ ആയിരിക്കുമോ ഈ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം? അതെ, നിലവിലുള്ള അന്വേഷണത്തിന് പുറമെയാണ് മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ പുതിയ അന്വേഷണ സംഘത്തെ തീരുമാനിക്കുകയും അവർ അന്വേഷണം നടത്താൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകുകയും മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത്. റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രനാണ് നേതൃത്വം നൽകുന്നത്. അതിനൊപ്പം തന്നെ മുൻ സംസ്ഥാന പോലീസ് മേധാവിയായ ജേക്കബ് പുന്നൂസ് കൂടി അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് ഓൺലൈനായിട്ട് മുഖ്യമന്ത്രി ആ യോഗം വിളിച്ചത്. സംസ്ഥാനത്ത് ജയിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ച തന്നെ യോഗത്തിൽ നടന്നു. കണ്ണൂരിലെ ജയിൽ ചാട്ടം അത് അത്യന്തം ഗൗരവതരമാണ് എന്നാണ് മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞത്. അടുത്ത 3 മാസത്തിനകം പ്രധാനപ്പെട്ട 4 ജയിലുകൾ സംസ്ഥാനത്തുണ്ട്. അതിലെല്ലാം വൈദ്യുതി ഫെൻസിംഗ് പ്രവർത്തനക്ഷമമാക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. സൂക്ഷ്മതലത്തിൽ ദൃശ്യങ്ങൾ പകർത്താൻ കഴിയുന്ന ഇന്റലിജന്റ് CCTV സ്ഥാപിക്കണം എന്ന നിർദ്ദേശമാണ് മറ്റൊന്നായി നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു സ്ഥലത്ത് 5 വർഷം പൂർത്തിയാക്കിയ ജയിൽ ജീവനക്കാരുണ്ട്. അവരെ ആ സ്ഥലങ്ങളിൽ നിന്ന് മാറ്റാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ സംസ്ഥാനത്ത് പുതിയ സെൻട്രൽ ജയിൽ സ്ഥാപിക്കുക എന്നുള്ള തീരുമാനം ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അത് കോട്ടയം, പത്തനംതിട്ട മേഖലകളിലായിരിക്കും പുതിയ സെൻട്രൽ ജയിൽ ഉണ്ടാവുക. തടവുകാരുടെ എണ്ണം വലിയ രീതിയിൽ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ സെൻട്രൽ ജയിൽ കൂടി സ്ഥാപിക്കാൻ വേണ്ടിയുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്നത്. അമൃത, ശരി, മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള തീരുമാനമായിരിക്കുന്നത്. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ ജയിൽ ചാട്ടം അന്വേഷിക്കാനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചുകൊണ്ടുള്ള തീരുമാനം തന്നെയാണ്. മറ്റൊന്ന്, സംസ്ഥാനത്ത് വീണ്ടും ഒരു സെൻട്രൽ ജയിൽ കൂടി ആരംഭിക്കാനുള്ള തീരുമാനത്തിലേക്കും ഇന്നത്തെ യോഗത്തിൽ ധാരണയായിട്ടുണ്ട്. സേഫ് സെയിൻ ലാബ്ദീനാണ് വിവരങ്ങൾ നൽകിയത്.